ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഓണ പരീക്ഷയും എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മളെ മെഗാ മാരത്തോൺ ലൈവുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു. പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പത്ര, ഡയറി, പട്കഥ, വാർത്താ ലാബ്, പോസ്റ്റർ എന്നിവയില്ലാതെ ഒരു കാരണവശാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഇതൊക്കെ നിങ്ങൾ ഉത്തരങ്ങൾ പഠിച്ചാൽ പോലും അതിൻ്റെതായ ഫോർമാറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കേവലം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് കൃത്യമായി പഠിക്കണം. ആ ഫോർമാറ്റിലേക്കാണ് നിങ്ങളുടെ അറിവുകൾ എഴുതേണ്ടത്. ഒന്നാമത്തെ നമ്മൾ നോക്കുക, കത്താണ് മക്കളെ നമ്മൾ പഠിക്കാനുള്ളത്. കത്ത് നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു പേപ്പറിൽ പരമാവധി ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾ മറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും എഴുതരുത്. നിങ്ങളൊരു ബോർഡറൊക്കെ ഇട്ട് വൃത്തിയാക്കി വെക്കുക. ഓക്കെ, പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ചെയ്യുന്ന പോലെ കുത്തി നിറച്ച് കുറേ എഴുതി വെക്കുക എന്നുള്ളതല്ല. കത്ത് എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായ ഇടപാടാണ്. അപ്പോൾ അത് കൃത്യവും വ്യക്തവുമായ കുറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. കാര്യം പ്രസക്തമായിട്ട് എഴുതണം. കത്ത് എഴുതുമ്പോൾ അതിൻ്റെതായ ഫോർമാറ്റ്, കത്തിന്റെ വലതുവശത്ത് നമ്മൾ ആർക്ക് കത്ത് എഴുതുകയാണെങ്കിലും വലതുവശത്ത് നമ്മൾ സ്ഥലം എഴുതണം എന്നാണ്. സ്ഥലം എഴുതണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇത് തരുമ്പോൾ ഏത് പാഠങ്ങളിലെ ഏത് കഥാപാത്രത്തിന്റെ ലെറ്റർ ആയാലും ശരി, നിങ്ങൾ ആദ്യം ഇവിടെ സ്ഥാൻ എന്ന് എഴുതുക. ഇവിടെ സ്ഥലം എഴുതേണ്ടുന്നത് ഏരിയയാണ് എന്ന്. എന്നിട്ട് ഇവിടെ സ്ഥലം എഴുതണമെന്നില്ല, അവിടെ മെൻഷൻ ചെയ്താൽ മതി. അടുത്തത് താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്ന. ഇത് രണ്ടും കത്തിന്റെ വലതുവശത്ത് നിർബന്ധമായിട്ടും കത്താണെങ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മറക്കരുത്. അടുത്തത്, ഇതിന്റെ താഴെയായിട്ട് നമ്മൾ മിക്കവാറും സുഹൃത്തിന് കത്ത് എഴുതാനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമിത്ര എന്ന് നമ്മൾ എഴുതണം, പ്രിയപ്പെട്ട സുഹൃത്തെ. ഇനി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഇവിടെ 2 വര ഇടാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ നിങ്ങൾക്ക് 2 വര കണ്ടോ, റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കത്ത് എഴുതുമ്പോൾ നമ്മൾ കത്തിലെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ നിർബന്ധമാണ്. അവിടെയാണ് ഇൻട്രൊഡക്ഷൻ ആയതുണ്ട്. അടുത്തത് നിങ്ങൾ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അത് നമുക്ക് കത്ത് എന്ത് വിഷയമാണോ എഴുതുന്നത് അതാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. അങ്ങനെ കാര്യം എഴുതി കഴിഞ്ഞ് കത്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. കത്തിനൊരു എന്താ പറയുക, കൺക്ലൂഷൻ വേണം, ഒരു ഉപസംഹാരം വേണം. അത് നമ്മൾ അവസാനമായിട്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, അത് എഴുതിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് സസ്നേഹ്, ഓക്കെ അല്ലെ, ഭവതീയ സസ്നേഹ് എന്നൊക്കെ എഴുതാം. ഭവതീയ എന്ന് പറഞ്ഞാൽ വിശ്വസ്തന, ഇവിടെ സസ്നേഹ് സ്നേഹപൂർവ്വം. നാം, ആരാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേരാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നാം എന്ന് എഴുതിയാൽ, ഇനി കഥാപാത്രത്തിന്റെ ഏത് കഥാപാത്രം എഴുതുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന്റെ പേര് അറിയുമെങ്കിൽ അത് എഴുതാം. ഓക്കെ, പിന്നെ ഹസ്താക്ഷർ, കഥാപാത്രത്തിന്റെ സിഗ്നേച്ചർ ആണ് വേണ്ടത്. കഥാപാത്രത്തിന്റെ സിഗ്നേച്ചർ ആയതുകൊണ്ട് നിങ്ങൾ അത് ഒപ്പിടാൻ പാടില്ല. നിങ്ങൾ അവിടെ ഒപ്പ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആ കഥാപാത്രം എന്ന കത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ഒപ്പാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പ് നമ്മുടേതല്ലാത്ത ഒപ്പ് നമുക്ക് ഇടാൻ അവകാശമില്ല. അതുകൊണ്ട് അവിടെ ഒപ്പ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഈ കത്തിനെ നമ്മൾ മറ്റൊരു കവറിലിട്ട് ആ കവറിന്റെ പുറത്ത് കിട്ടേണ്ടുന്ന ആളിന്റെ അഡ്രസ്സ് ചെയ്ത് വിടുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് അത് നമുക്ക് കത്ത് കിട്ടുന്നത്. അതുകൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അതായത് നമ്മൾ ഇതിന് നേരെ താഴെയായിട്ട്, അതായത് ഇത് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. ഇതിന്റെ നേരെ കത്തിന്റെ മാറ്റർ കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് നമ്മളൊരു ഇങ്ങനെ ഒരു കോളം വരച്ചതിന് ശേഷം അതിൽ സേവാമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമെയിലാണ് അയക്കുന്നത്. പക്ഷേ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ ടു എന്ന് എഴുതും. സമക്ഷത്തിങ്കിലേക്ക് മുമ്പാകെ എന്നൊക്കെയാണ് അർത്ഥം. അതിന് ഹിന്ദിയിൽ നമ്മൾ സേവാമയം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാം, കിട്ടേണ്ടുന്ന ആളിന്റെ പേരാണ്. മിത്രയ്ക്ക് നാം നമ്മൾ തരിക. അപ്പൊ നാം എന്നിവിടെ എഴുതിയിട്ട് പത്ത എന്ന് പറഞ്ഞ അഡ്രസ്സ്. ഇങ്ങനെ നിങ്ങൾ കത്തിന്റെ ബോഡി ഓഫ് ലെറ്റർ, കത്തിന്റെ ഫോർമാറ്റ് ആണിത്. ഇവിടെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്രയും നിങ്ങൾ വൃത്തി വെടുപ്പോട് കൂടി കഴിഞ്ഞാൽ ഒരു 1.5 മാർക്കിന് 4 മാർക്കിൽ ഒരു 1.5 മാർക്കിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇനി നമ്മൾ കുറച്ചുകൂടി ഏതൊരു കത്തിനാണെങ്കിലും നമുക്കൊരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും നമ്മൾ കോമൺലി പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ ഉണ്ടാവും. നോക്കൂ, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് നോക്കൂ. തും കൈസേ ഹോ, എങ്ങനെയുണ്ട് നീ, അഥവാ തും കൈസേ ഹോ എന്ന് വെച്ചാൽ തും, നീ, കൈസേ എങ്ങനെ, ഹോ ആകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ടീക്ക് സുഖം, ഹേ തന്നെ, ന അല്ലേ, സുഖം തന്നെ അല്ലേ. ഏക്ക് ഒരു ഖാസ് സ്പെഷ്യലായ ബാത്ത്, കാര്യം ബത്താനെ കേലിയെ പറയാൻ വേണ്ടി ഞാൻ യഹ് പത്ര, ഈ കത്ത് ലിഗ്രഹാഹും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം വിഷയത്തിലേക്ക് പോകാൻ. വിഷയം എന്തുമാവട്ടെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞാൽ കത്തിന്റെ അവസാന ഭാഗത്തെ കൺക്ലൂഷൻ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കത്തിന്റെ അവസാനം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാര്യം എഴുതി കഴിഞ്ഞാൽ ഞാൻ പത്ര കത്ത് ചോട്ടാക്കർ റഹാഹും, ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും മറന്നുപോയത്. കത്ത് ഞാൻ ചുരുക്കുകയാണ് അല്ലെങ്കിൽ ചെറുതാക്കുകയാണ് എന്നല്ല, കത്ത് ഞാൻ ചുരുക്കുകയാണ്. ഗർവാലോംസെ,
പിന്നെ നിന്റെ വീട്ടുകാരോട് തലാഷ് അന്വേഷണം കഹിന ചാഹിയെ, എന്റെ അന്വേഷണം നീ വീട്ടുകാരോട് പറയണം. ചോട്ടാ ബായിക്കോ, കൊച്ചനിയന് മേരാ പ്യാർ, എന്റെ സ്നേഹവും അറിയിക്കണം. ഇതാണ് നമ്മൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെയും നമ്മൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുമ്പോൾ നേരത്തേതാ ഇത് നിങ്ങൾ എഴുതുമ്പോൾ നേരത്തെ കിട്ടിയ 1.5 മാർക്കിന്റെ പുറത്തേക്ക് 1 മാർക്കിനും കൂടി നിങ്ങൾക്ക് 2.5 മാർക്കിന് നിങ്ങൾക്ക് സാധ്യതയായി. 2.5 മാർക്കിന് സാധ്യതയായി. ഇനി 1.5 മാർക്ക് ബാക്കിയുണ്ട്, അത് ഇവിടെ എഴുതണം. അതാണ് നമ്മൾ എഴുതേണ്ടത്. അത് നമ്മൾ മാറ്റർ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തൊട്ട് മുകളിൽ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ ആ പാരഗ്രാഫിൽ ഒരു പക്ഷേ നിരവധി വരികളും അങ്ങനെ തന്നെ എഴുതാൻ പറ്റിയതുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഉറപ്പായും ഏത് ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതാനുള്ള കണ്ടന്റ് അവിടെ ഉണ്ടാവും. അപ്പൊ കത്ത് എഴുതുക എന്നുള്ളത് ഒരു ടെൻഷനുള്ള കാര്യമേ അല്ല. മക്കൾ ഇത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് എഴുതി സ്ക്രീനിൽ എടുത്തിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതി വരച്ചു പഠിക്കണം. ആ ഫോർമാറ്റ് ഇത്രയും കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എഴുതാനുള്ള കാര്യം ഏത് ചോദ്യം ചോദിച്ചാലും തൊട്ടു മുകളിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ ബാക്കി 1.5 മാർക്ക് കിട്ടി. നമുക്ക് 4 മാർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ സ്വന്തമാക്കാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ മക്കള് എല്ലാവരും ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്റർ സെറ്റാക്കി. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നോക്കൂ. ഈ ലെറ്റർ ഈ പറഞ്ഞ കാര്യം കൂടി ഓർമ്മ വേണമെന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതാ ഇവിടെ വെച്ചു. ഓക്കെ, അതിന്റെ മറ്റൊരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഉള്ള രൂപമാണിത്. ഓക്കെ, ഇത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. ആദ്യം നമുക്ക് ഈ ഒരു ഐഡിയ വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെറ്ററിന്റെ കണ്ടന്റ് നമ്മൾ മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കി എഴുതുകയും ചെയ്യും. ഓക്കെ, യെസ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഡയറിയാണ്. ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും വേണ്ട ഡയറി എഴുതാൻ. ഡയറിയിൽ നമ്മൾ ഇതുപോലെ ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് ഡയറി എഴുതുമ്പോൾ ഒരു 1/2 പേജ് ഭാഗമെങ്കിൽ നമ്മൾ പേപ്പറിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇത്രയും ഭാഗം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നിറച്ച് എഴുതുക എന്നുള്ളതല്ല, വൃത്തിയും വെടുപ്പോടുകൂടി കാര്യമാത്ര പ്രസക്തമായി. ഡയറി എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമാണ്, സാഹിത്യപരമാണ്. അപ്പൊ അങ്ങനെ എഴുതേണ്ടതാണ് ഡയറി. ഓക്കെ, അത് നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ വലതുവശത്ത്, ഇനി ഈ വശത്തായാലും ഡയറിയിൽ കുഴപ്പമൊന്നുമില്ല, ലെറ്റർ നിർബന്ധമായിട്ട് ഈ വശത്തായിരിക്കണം. താരീഖ് ദിൻ, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ്. ഇത് മറ്റൊരാൾക്കും അയക്കാനുള്ളതല്ല, നമ്മൾ സ്വകാര്യമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഡയറിയാണ്. ഓക്കെ, നോക്കൂ. ആജ് കാ, ഇന്നത്തെ, ദിൻ ദിവസം, മേം ഞാൻ, ഭൂൽ മറക്കാൻ, നെഹി ഇല്ല സക്ത. നമ്മൾക്ക് എന്ത് സംഭവമായിക്കോട്ടെ, ഒരു ട്രാജഡി തന്നെയാണെങ്കിൽ മഹാസൗഭാഗ്യം വന്നാലും നമ്മൾ ആദ്യം രണ്ടിനും കൂടി പറ്റുന്ന കോമൺ ആയ വരിയാണ് ആജ് കാ, ഇന്നത്തെ, ദിൻ ദിവസം, മേ ഞാൻ, ഭൂൽ നെഹി സക്ത, ഒരിക്കലും മറക്കുകയില്ല. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ എന്ന് എഴുതിയിട്ട് നമ്മൾ കാര്യം പറയണം. ആ കാര്യം എഴുതാനുള്ള കാര്യം തൊട്ടു മുകളിലെ പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ ലെറ്റർ അല്ലെങ്കിൽ ഡയറി ആയിരിക്കും ചോദിക്കുക. അപ്പൊ തൊട്ടുമുള്ള പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ഇവിടെ എഴുതാനുള്ള കോമൺ ആയ സാധനം കിട്ടും. ഓക്കെ, ടെൻഷൻ വേണ്ട. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സമയ് നോക്കൂ. സമയ്, ഒരു പക്ഷേ നമ്മൾ എഴുതിയ കാര്യം സമയ് ഇൻ പന്നോക്കെ, ഈ പേജുകളെ, മിട്ടാബിദേയും, കാലം അല്ലെങ്കിൽ സമയം ഈ പേജുകളെയും ഒരുപക്ഷെ നശിപ്പിച്ചേക്കാം. സമയം ഈ പേജുകളെയും നശിപ്പിച്ചേക്കാം. ഫിർബി, എന്നിരുന്നാലും, ഇൻകി യാദേയും, ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഓർമ്മകൾ, യാദേ ഓർമ്മകൾ, ഹമേശ എല്ലായ്പ്പോഴും, മൻമേ രഹേഗി, മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ പേജുകളെ ഒരുപക്ഷെ കാലം നശിപ്പിച്ചേക്കാം, പക്ഷെ ഈ പറഞ്ഞ കാര്യം എപ്പോഴും മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നിട്ട് ശുഭരാത്രി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. മിക്കവാറും എല്ലാവരും രാത്രിയിലാണ് നമ്മൾ ആ ദിവസം അവസാനിക്കുമ്പോഴാണ് ഡയറി ചെയ്യുന്നത്. ഈ ഒരു ഫോർമാറ്റ് ഡയറിയിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം. അതായത് ഈ ഡേറ്റും ദിവസവും, അതുപോലെ തന്നെ ഇവിടെ ഒരു തുടക്കത്തിന്റെ കാര്യവും, അതുപോലെ തന്നെ ഈ സമാപനവും കൃത്യമായിട്ട് എഴുതിയിട്ട് ശുഭരാത്രി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തൊട്ടു മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് പ്രധാന സംഭവം എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. പൊന്നുമക്കളെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഇങ്ങനെ നിങ്ങൾ എഴുതി വരച്ച് പഠിച്ചാൽ തന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായും കിട്ടും. യെസ്, ഓക്കെ, യെസ്. ഇനി നമുക്ക് വരുന്നത് പടുക്കഥയാണ്. പടുക്കഥ എന്നാൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്, തിരക്കഥയാണ്. ഒരു സംഭവത്തെ തിരക്കഥയാക്കി മാറ്റാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരക്കഥ ചെയ്യുന്ന സമയത്ത്, പടുക്കഥ ചെയ്യുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ, ഇതാണ് അതിന്റെ ഫോർമാറ്റ്. നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് സംഭവങ്ങൾ എഴുതുന്നു. എന്താണത്? 5 സാധനങ്ങളുണ്ട്. ഒന്ന് സ്ഥലം എഴുതണം. എവിടെയാണ് ഈ കഥ നടക്കുന്നതെന്നുള്ള സ്ഥലം.
രണ്ടാമത്തത് സമയം എപ്പോഴാണ് നടക്കുന്നത്, രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ രാത്രിയാണോ എന്നുള്ളത് എഴുതണം. പിന്നെ പാത്ര, അവിടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ ഉള്ളത് എന്നുള്ള അവരുടെ പേര് എഴുതണം. ഓക്കെ. ഉമ്ർ, അവരുടെ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാണ് എന്ന് എഴുതാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഇവിടെ കഥാപാത്രങ്ങൾ പറഞ്ഞാൽ അവർ തൊട്ട് മുൻപിൽ ബ്രാക്കറ്റിൽ പേര് വയസ്സും എഴുതാം. ഓക്കെ. പിന്നെ വേഷഭൂഷ, അവരുടെ വേഷഭൂഷ, ഓരോരാളും ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് നമ്മളിവിടെ എഴുതണം. ഇനി ഇവിടെ നമുക്ക് സീൻ ഏക്ക് സീൻ ദോ എന്ന് വേണമെങ്കിലും അതും എഴുതാം. ഓക്കെ. പക്ഷേ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പടുക്കഥയാണെങ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അതായത് സ്ഥലവും സമയവും കഥാപാത്രങ്ങളും അവരുടെ ഓരോരുത്തരുടെയും വ്യത്യസ്ത വയസ്സുകളും ഓരോരോ ആളുകൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസും പ്രത്യേകമായിട്ട് പറയാം. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് സന്ദർഭമാണ്. ഈ കഥ നടക്കുന്ന സന്ദർഭം എന്താണ്? ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ എന്താ പറയുക സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, അവർ റോഡിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോരോ പാഠങ്ങളിൽ ഓരോരോ സന്ദർഭങ്ങളാണ് തരുന്നത്. ആ സന്ദർഭങ്ങൾ നമ്മൾ അവിടെ എഴുതണം. എന്നിട്ട് അവിടെയുള്ള കഥാപാത്രങ്ങൾ മിക്കവാറും 2 പേരാണ് ഉണ്ടാവുക. പക്ഷേ കേശവന്റെ നമ്മൾ വൈറ്റ് കേപ്പുള്ള പാടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമൊക്കെ 2 or 3 കുട്ടികളുടെയും വരും. അപ്പോൾ ലഡ്ക ഏക്ക് ലഡ്ക ദോ ലഡ്ക തീൻ എന്നൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ പ്രധാനമായും 2 കഥാപാത്രങ്ങളാണ് വരിക. അവർ നമ്മൾക്ക് നൽകുന്ന സംഭാഷണം പ്രധാനമായും 4 ആശയങ്ങൾ കൈമാറിയിരിക്കണം. അതായത് ഒരാൾ 4 കാര്യം പറയണം, മറ്റേ ആൾ അതിന് 4 മറുപടിയും പറയണം. വരികൾ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 1 or 2 വരി ഒരു കാര്യം സംസാരിക്കുമ്പോൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 8 കാര്യങ്ങൾ, അതായത് 4 ആശയങ്ങൾ. നിന്റെ പേരെന്താണ്? എൻ്റെ പേര് രാമു എന്നാണ്. ഇത് 2 ആശയമല്ല, ഒരാശയമാണ്. നീ ചായ കഴിച്ചോ? എനിക്ക് ചായ വേണ്ട. ഇത് രണ്ടാമത്തെ ആശയമാണ്. അപ്പോൾ ഇത് ടോട്ടൽ 4 ആശയമല്ല, അത് 2 ആശയമാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും, അത് ഒരാശയമാണ്. അങ്ങനെ നമുക്ക് മിനിമം എത്ര വേണം? 4 ആശയങ്ങൾ അഥവാ 8 വരികൾ ഇങ്ങനെ എഴുതാനുണ്ടാകും കാര്യങ്ങൾ. അതിൽ നിങ്ങളെ കാര്യങ്ങൾ തീരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ 1 or 2 or 3 or 4 വരികൾ കൂടി പിന്നെ നിങ്ങൾ കഥാപാത്രങ്ങളെ പേരിട്ട് എഴുതേണ്ടിരും. അപ്പോൾ മാത്രമേ തുടക്കം മുതൽ അവസാനം വരെ അത് കൃത്യമായി ഒരു സ്റ്റാർട്ടിങ് ഒരു ഫിനിഷിങ് കൃത്യമായി ഉണ്ടാവണം. അതുകൊണ്ട് പകുതി വെച്ച് സംസാരം മുറിക്കുന്ന രീതിയിൽ എഴുതി പോരുത്. കേവലം 8 വരിയായോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥാൻ സമയ പാത്ര ഉമ്ര വേഷഭൂഷ. സ്ഥാൻ സമയ പാത്ര ഉമ്ര വേഷഭൂഷ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്ഥാന സമയ പാത്ര ഉമ്ര വേഷഭൂഷ. ഇത് മറന്നു വരുത്. സ്ഥാന സമയ പാത്ര ഉമ്ര വേഷഭൂഷ. അത് നമുക്ക് ആ സന്ദർഭത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം സന്ദർഭം അത് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫിൽ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം സ്വാഭാവികമായി നടക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ ഈ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് എഴുതുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നത്. ഓക്കെ. അല്ലാതെ മറ്റു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ 2 or 3 വരികൾ എന്തെങ്കിലും എഴുതിച്ചാൽ പോരാ. സെറ്റല്ലേ? അപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുക, എഴുതി പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ വരുന്നത് വാർത്താലാപാണ്. വാർത്താലാബ് നമുക്ക് ടെൻഷനൊന്നും വേണ്ട. വാർത്താലാബ് നമ്മൾ പടുക്കഥയുടെ താഴെ ഭാഗം എന്താണ് അതുപോലെയാണ്. വാർത്താലാബ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് 4 മാർക്കാണ്. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. മിനിമം 4 ആശയം കൈമാറിയിരിക്കണം. ആദ്യം മുകളിൽ നമ്മൾ സന്ദർഭം എഴുതണം. ഏത് സന്ദർഭം, ഏത് കോണ്ടസ്റ്റ് ആണ് അവർ സംസാരിക്കുന്നത് അത് എഴുതിയതിനു ശേഷം പാത്രേക്ക് പാത്രദോ പാത്രേക്ക് പാത്രദോ പാത്രേക്ക് പാത്രദോ പാത്രേക്ക് പാത്രദോ 4 ആശയങ്ങൾ മിനിമം കൈമാറിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 8 ഉത്തരങ്ങൾ ആയിട്ടുണ്ടാവും. ചോദ്യവും ഉത്തരവും കൂടി 8 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ പകുതി 4 മാർക്ക്. അതായത് ഇങ്ങനെ 1 എഴുതി കഴിയുമ്പോൾ 1/2 മാർക്ക്, അടുത്തത് എഴുതുമ്പോൾ 1/2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവ 2 കൂടി ചേരുമ്പോൾ 1 മാർക്ക്, ഇവ 2 കൂടി ചേരുമ്പോൾ 1 മാർക്ക്, ഇവ 2 കൂടി ചേരുമ്പോൾ 1 മാർക്ക്, ഇത് 2 കൂടി ചേരുമ്പോൾ 1 മാർക്ക്. അങ്ങനെ 4 ആശയങ്ങൾ ഉണ്ടാവുക. ഒരാശയം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും കിട്ടുമ്പോഴാണ് അതൊരാശയമായി മാറുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാർത്താലാപം എഴുതി കഴിഞ്ഞാലും 4 മാർക്കാണ്. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ചേർന്നുള്ള പടുക്കഥ എഴുതി കഴിഞ്ഞാലും 4 മാർക്കാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വാർത്താലാപിൽ പഠിക്കേണ്ടത്. ഈ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ. യെസ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് പോസ്റ്ററാണ്. ഉറപ്പായും ഒരുപക്ഷെ പോസ്റ്റർ ഉണ്ടാവും. ഓക്കെ. ഇനി പോസ്റ്റർ ഒരുപക്ഷെ ചില പരീക്ഷയിൽ പോസ്റ്റർ ഒരുപക്ഷെ വരാതിരിക്കാം. മറ്റ് പടുക്കഥകളും ഡയറികളും വാർത്താലാപം ഒക്കെ നിർബന്ധമായിട്ടും വരും. ഇനി പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ ഏത് പോസ്റ്റർ ആണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു നിയമം, ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ കാര്യങ്ങൾ അവിടെ പറയണം. നോക്കൂ, ഇതാണ് ആ പോസ്റ്ററിന്റെ ഒരു സംഭവം. നിങ്ങൾ നോക്ക്, ആദ്യം പോസ്റ്ററിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ശീർഷക് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, ഒരു ഹെഡിങ് കൊടുക്കണം. മനോഹരമായ ഹെഡിങ് തന്നിരിക്കുന്ന പാരഗ്രാഫ് മുകളിൽ തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിന്റെ സന്ദർഭമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കോൺവെർസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറി ആയിരിക്കും, അല്ലെങ്കിൽ പത്രമായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ചോദിക്കും. അഥവാ
അങ്ങനെ വരുമ്പോൾ ശീർഷക് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, നല്ലൊരു തലക്കെട്ട് കൊടുക്കണം. അതിൽ ആ പാരഗ്രാഫ് വായിച്ചാൽ അതിൽ നിന്നൊരു ഹിന്ദി വാക്ക് കിട്ടും. ആകർഷക ഏവം പ്രഭാവശാലി ശീർഷകിലേക്ക്, നിങ്ങൾ ശീർഷക് ഹെഡിങ് എഴുതുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, നല്ല മനോഹരമായിട്ട് എഴുതിയതുമായിരിക്കണം. അപ്പൊ മനോഹരമായി കാണാൻ തോന്നണം. നല്ല കാവ്യാത്മകമായ ഹൃദ്യമായ വാക്കുമായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, പ്രകൃതി സംരക്ഷണത്തിന്റെയോ അല്ലെ രക്തദാനത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ, ശുചിത്വ മിഷന്റെയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നമുക്ക് സ്ലോഗൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നാരെ മുദ്രാവാക്യങ്ങൾ ഉണ്ടെങ്കിൽ അത് 1, 2 ഒരു രണ്ടെങ്കിലും മിനിമം അതുമായി ബന്ധപ്പെട്ട സ്ലോഗൻസ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, രക്തദാൻ, ജീവദാൻ എന്നൊക്കെ ഇതിൽ നേത്രദാൻ, മഹാദാൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ആ പോസ്റ്റർ ഏതാണോ അതുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ കാര്യക്രമ, ആ പ്രധാന സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടിക്രമങ്ങളാണ്. 1 താരിഖാണ്, ഡേറ്റ് നമ്മൾ എഴുതണം, അത് മറക്കരുത്. പിന്നെ വരേണ്ടത് താരിഖ് കഴിഞ്ഞാൽ പിന്നെ സമയമാണ്, സമയം നമ്മൾ മറക്കരുത്. അടുത്തത് സ്ഥാനാണ്, എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളത് നമ്മൾ എഴുതണം. പിന്നെ ഇതിനൊരു പരിപാടിയാകുമ്പോൾ ഒരു ഉദ്ഘാടകൻ ഉണ്ടാവും. ഉദ്ഘാടൻ എന്നുള്ളത് നമ്മൾ ഇവിടെ ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് അയാളെ പേര് എഴുതണം. അത് നമുക്ക് പ്രധാന അധ്യാപകർ എന്നോ അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ തന്നിരിക്കുന്ന ആരോ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ പ്രധാന അധ്യാപകർ സ്കൂൾ നടക്കുന്നതാകുമ്പോൾ. പിന്നെ വിശിഷ്ട അതിഥി, സ്പെഷ്യൽ ഗസ്റ്റ് ആരാണോ അദ്ദേഹത്തെ നമുക്ക് ഒരു പേര് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് സബ്കാ സ്വാഗത് എന്ന് എഴുതണം. ഇങ്ങനെ എഴുതുമ്പോൾ ഇതാണ് മക്കളെ നമ്മളെ പോസ്റ്ററിൽ പാലിക്കേണ്ട നിയമങ്ങളുടെ ഏകദേശ രൂപം. ഈ ധാരണയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ. ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നമ്മളെല്ലാം ലൈവുകളിൽ, മെഗാ മാരത്തോണിലും നമ്മളെ ലൈവുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഏതെല്ലാം പാഠങ്ങളിൽ നിന്ന് ഏതെല്ലാം പോസ്റ്റർ ഉണ്ടോ എന്ന് പോസ്റ്റർ ഓരോന്നും പ്രത്യേകമായി നിങ്ങളെ പരിചയപ്പെടുത്തും. ഓക്കെ, പക്ഷെ ഈ ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. അപ്പോഴാണ് നമുക്ക് ഇതിലെന്ത് ചെയ്യുന്നത് 4 മാർക്ക് കിട്ടുന്നത്. പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു പോസ്റ്റർ ചെയ്താൻ പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിന്റെ, നിങ്ങൾ എഴുതുന്ന ആൻസർ പേപ്പറിന്റെ ഒരു പകുതി ഭാഗമെങ്കിലും നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി മിനിമം ഉപയോഗിക്കണം. അല്ലാതെ വലിയൊരു പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ ഒരു ബസ് ടിക്കറ്റ് രൂപത്തിൽ എഴുതി വെച്ചാൽ പോരാ. പോസ്റ്റർ തന്നെ വളരെ ദൂരെ നിന്ന് ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് പോസ്റ്റർ. ഇനി പോസ്റ്റർ ചെയ്തുമ്പോൾ നിങ്ങൾ ചോദ്യത്തിന്റെ മുകളിൽ തന്നെ നമ്മൾ പോസ്റ്ററിനെ നമുക്ക് 2 ഭാഗമാക്കാം. നോക്കൂ, ഇങ്ങനെ നോക്കൂ, ഇതാണ് 2 ഭാഗം ഒരു പോസ്റ്ററിന്. അതായത് ഇതൊരു ഭാഗമാണ്, ഇവിടേക്ക് എഴുതാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. അത് എവിടെ ടെൻഷൻ അടിക്കേണ്ട, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന പാരഗ്രാഫിൽ ഉണ്ടാവും. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് 2, 3, 4 വാക്കുകൾ കിട്ടും. ശീർഷക്, ഹെഡിങ് എഴുതാൻ വേണ്ടിയുള്ളതും അതുപോലെ തന്നെ സ്ലോഗൻ എഴുതാനുള്ള വരികളൊക്കെ അവിടെ നമുക്ക് കിട്ടും. ഓരോ ചോദ്യ പേപ്പറിലും അത് വ്യത്യസ്തങ്ങളായിരിക്കും. എന്നാൽ ഏത് ചോദ്യം വന്നാലും ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒന്നാണ് വരുന്നത്. അപ്പൊ ഇതിന് കാര്യക്രമം, നടപടിക്രമങ്ങൾ അല്ലെ പരിപാടികൾ. ഓക്കെ, കാര്യക്രം എന്ന് കാര്യപരിപാടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, അതിന്റെ ഹിന്ദിയാണ് കാര്യപരിപാടി, കാര്യക്രം. അല്ലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ആഗസ്റ്റ് 15 ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ സെമിനാർ സംഘടിപ്പിക്കാൻ പോകുന്നു, അല്ലെ ക്വിസ് മത്സരം സംഘടിപ്പിക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാനുള്ള വരികളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ബാക്കി കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക്, അപ്പൊ ഇത് നമ്മൾ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടേക്കുള്ളത് 2, 3 വരികൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ ഏതാണോ അതാണ് ഹെഡിങ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടുന്നതിന് പ്രധാന ഘടകമാണ്. ഈ ഫോർമാറ്റ് കീപ്പ് ചെയ്യാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഈ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതി വരച്ച് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പോകാം മക്കളെ. ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ കാണാം. ഓരോ പടുക്കഥയും, ഓരോ വാർത്താലാപവും, ഓരോ പോസ്റ്ററും ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് വരാനുണ്ടോ അതെല്ലാം നമുക്ക് ലൈവിൽ പറയാം. എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യാം, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ബൈ.